രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ സ്വഭാവം എന്തൊരു മധുരമാർന്ന സ്വഭാവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാഹനത്തിൽ വന്ന് വീട്ടിന്റെ മുറ്റത്ത് വാഹനം നിർത്തി. വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിന്നപ്പോ, ഇറങ്ങുന്നില്ലേ നിങ്ങള്, എന്തെങ്കിലും വെള്ളം കുടിക്കാലോ ഭക്ഷണം കഴിക്കാലോ എന്നാ പെൺകുട്ടി ചോദിച്ചു. എന്റെ ഭർത്താവിന്റെ ഉപ്പയാണല്ലോ ഈ വന്നത്, നല്ലോണം ബഹുമാനിക്കണമല്ലോ എന്നുള്ള നിലക്ക് നല്ല സ്നേഹത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷമായി. കൈഫ കാന ഈശുക്കും, എങ്ങനെയാ നിങ്ങളെ ജീവിതം? പെൺകുട്ടി മറുപടി പറഞ്ഞു, തആമുനാ അല്ലഹ്മു വശറാബുനാ അൽമാ, കുടിക്കാൻ നല്ല പാനീയമുണ്ട്, കഴിക്കാൻ നല്ല മാംസവും കിട്ടാറുണ്ട്. ഉടനെ തന്നെ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ ലഹ്മിഹിം വമാഇഹിം, അവരെ മാംസത്തിലും അവരുടെ വെള്ളത്തിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അന്ന് ചെയ്ത ദുആഇന്റെ ഫലമായി ഇന്നും നിങ്ങൾ പോയി നോക്ക്, മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വെള്ളവും മാംസവും ഒഴിവായ ഒരു സെക്കൻഡ് സമയം ഇല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യകുല്ലഹും യൗമൈദിൻ ഹബ്ബുൻ, അന്ന് അവർക്ക് ധാന്യമില്ല. ധാന്യമുണ്ടെങ്കിൽ അതിനുകൂടി ദുആ ചെയ്യുമായിരുന്നു. അന്ന് ഭക്ഷ്യവസ്തുവായിട്ട് അവർക്ക് ധാന്യം ഇല്ലാത്തത് കൊണ്ട് അതിന് ദുആ ചെയ്തില്ല. പിന്നെ പോകാൻ ഒരുങ്ങുന്ന നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പെൺകുട്ടി പറഞ്ഞു, ഉപ്പാ പോകല്ലേ, ഒരു മിനിറ്റ്, കുറച്ചു നേരം അവിടെ നിൽക്കൂ. വീട്ടിനകത്തേക്ക് പോയി ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഹനത്തിന്റെ മുകളിൽ വന്ന ഉപ്പയല്ലേ, ആ നരച്ച താടിയിലും തലയിലും പൊടിപടലങ്ങൾ ഇങ്ങനെ പുരണ്ടിട്ടുണ്ട്. ഉപ്പയുടെ തലയും താടിയും ഒക്കെ വെള്ളം തൊട്ടതിന്റെ പൊടിപടലങ്ങളൊക്കെ നീക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സന്തോഷം. എന്തൊരു നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ്. തൊട്ടാൽ ഉളൂ മുറിയാത്ത ബന്ധമല്ലേ. അമ്മോശങ്കാക്കയുടെ ശരീരം തൊട്ടാൽ ഈ കുട്ടിയുടെ ഉളൂ മുറിയില്ലല്ലോ, അത്രയും വലിയ ബന്ധല്ലേ അള്ളാഹു ബന്ധിപ്പിച്ചത്. പൊടിപടലങ്ങളൊക്കെ വെള്ളം തൊട്ടിങ്ങനെ നീക്കിക്കൊടുത്തു. ഉപ്പയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. ഉപ്പ അവിടെ നിന്ന് അങ്ങനെ മടങ്ങി. ആ ഉപ്പ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു, ബറക്കത്തിന് വേണ്ടി. ആ ദാമ്പത്യ ജീവിതത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു 10 സന്താനങ്ങളെ നൽകി. നല്ല ബറക്കത്തുള്ള മക്കൾ, നല്ല ഐശ്വര്യമുള്ള ജീവിതം. ഈ പെണ്ണിലൂടെ തന്നെ എനിക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചത് സൽ സ്വഭാവത്തിന്റെ മഹിമ കണ്ടുകൊണ്ടാണ്.